Hello everyone, welcome back to another travel vlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് we are traveling to one of the most beautiful places in Germany, the Moselle Valley. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസൽഡോഫ് എന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആൻഡ് നമ്മളൊരു 3 സ്ഥലം കവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വി വിൽ ഗോ ടു ട്രിയർ ആൻഡ് ദെൻ ഫ്രം ട്രിയർ ടു കോഹം ആൻഡ് ഫ്രം കോഹം ടു കോബ്ലൻസ്. അപ്പോൾ അതാണ് നമ്മളൊരു ഐറ്റിനറി വരുന്നത്. ഈ കോബ്ലൻസ് റൂട്ട് എടുക്കാനുണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ബിക്കോസ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി സറൗണ്ടഡ് ബൈ ദി വൈൻ യാർഡ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഗ്രീനറി അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ഫുൾ നമ്മുടെ ഈ ട്രെയിൻ യാത്ര. മേ ബി ബിക്കോസ് വി ആർ ട്രാവലിംഗ് ഇൻ ജൂൺ. അപ്പോൾ നമുക്ക് ഗ്രേപ്സിൻ്റെ ടൈം ആയിട്ടില്ല. ഇറ്റ്സ് യൂഷ്വലി സെപ്റ്റംബർ ഓഗസ്റ്റ് ആ ടൈമിലാണ് ഹാർവെസ്റ്റിംഗ് ഒക്കെ. ബട്ട് ഇറ്റ് വാസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ വി റീച്ച്ഡ് അവർ ഫസ്റ്റ് സ്റ്റോപ്പ് ട്രിയർ. അപ്പോൾ നമ്മൾ ട്രിയർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു 8 to 10 മിനിറ്റ്സിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്താം. അപ്പോൾ പോർട്ടോ നിഗ്ര എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. Walking through the streets almost feel like walking through history. Our first destination was Porto Nigra. അപ്പോൾ പോർട്ടോ നിഗ്ര എന്ന് പറയുന്നത് 1100 വർഷങ്ങൾക്ക് മുന്നേ റോമൻസ് ഉണ്ടാക്കിയതാണ്. ആൻഡ് പോർട്ടോ നിഗ്ര ഇസ് ദ ലാർജസ്റ്റ് സർവൈവിംഗ് റോമൻ സിറ്റി ഗേറ്റ് നോർത്ത് ഓഫ് ദ ആൽപ്സ്. പോർട്ടോ നിഗ്ര മീൻസ് ബ്ലാക്ക് ഗേറ്റ് ഇൻ ലാറ്റിൻ. അപ്പോൾ ഇതിലത്തെ ഈ സാൻഡ് സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഓവർ ദ പീരീഡ് ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ മേ ബി ബിക്കോസ് ഓഫ് ദ വെതർ അല്ലെങ്കിൽ ഏജിങ് വിച്ച് ഗിവ്സ് ഇസ് നെയിം വി നോ ടുഡേ. നമ്മൾ ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അധികം ബുക്സ് എന്നൊക്കെയല്ലേ നമ്മൾ വായിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ദ വേ ദ മേക്ക് ദ ബിൽഡിങ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആർക്കിടെക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ആ ഒരു കാലത്ത് പോയ ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ കുറേ വിൻഡോ പോലെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഒരു ട്രിയറിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ കാണാൻ ഈ ബിൽഡിങ്ങിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ട്രിയറിൽ വേറെയും 2-3 സ്പോട്ട്സ് ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് അധികം സമയമില്ല ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ പോണ വഴിയിൽ അവിടെ ഇന്ന് ഫാമേഴ്സ് മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ സിറ്റിയിലും ഓരോ ദിവസമായിരിക്കും ഇങ്ങനത്തെ ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളിത് ഇവിടുത്തെ ആൾസ്റ്റാർട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സിറ്റിയിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾസ്റ്റാർട്ടിൽ പോകണം. കാരണം അവിടെ ഒരു പ്രത്യേക വൈബാണ്. ആൻഡ് നമ്മൾ ഇവിടെ ലോസ്റ്റ് ഏരിയയിൽ വന്നു ലൈക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ലോസ്റ്റ് ഏരിയ കുറച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി. അതൊരു വേറെ സ്റ്റോറിയായിട്ട് പറയേണ്ടി വരും. ബട്ട് സ്റ്റിൽ നമ്മളങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ കോഹമാണ് പോകുന്നത്. കോഹം എത്തിയാൽ തന്നെ ഉണ്ടല്ലോ ഈ പ്ലേസിന് എന്തൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം വൈൻ യാർഡ്സ് നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട് ഈ കോബ്ലൻസ് റൂട്ടിൽ. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്താ അത്ര ഭംഗിയെന്ന് ചോദിച്ചാൽ വൈൻ യാർഡ്സ് ഉണ്ട് ഓഫ് കോഴ്സ്. പിന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് മറ്റേ നമ്മുടെ റിവർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഫോർട്രസ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള കാസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഈ ഭംഗിയുള്ള ഈ വ്യൂ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബോട്ട് റൈഡിന് വേണ്ടി പോകുന്നത്. ആ ബോട്ട് റൈഡ് നമുക്ക് ഓൾറെഡി മുൻകൂട്ടി ബുക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരത്തെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ റിവർ സൈഡിലെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മളിനി ബോട്ടിലേക്ക് കയറും. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറാൻ പോവാണ്. ആൻഡ് നമ്മുടെ റൈഡ് ഒരു ഫ്യൂ മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ആ ബോട്ട് ഭയങ്കര കാലിയായിരുന്നു. ഞങ്ങളും വേറെ എനിക്ക് തോന്നുന്നു 2 ഫാമിലിയും കൂടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്രമാത്രം സ്പേസ് ഉണ്ടായിരുന്നു, നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വ്യൂ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇന്നത്തെ വെതറും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. മഴ പെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ബോട്ടിൽ കയറണ സമയത്തൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു തണുപ്പും കാറ്റും അങ്ങനത്തെ ഒരു നല്ലൊരു ദിവസം. അങ്ങനെയായിരുന്നു നമ്മുടെ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ മെനു ഒക്കെ കൊണ്ടുതരും. അപ്പോൾ നമ്മൾ വൈനും ബീറും കോഫിയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ വ്യൂ ഒക്കെ കണ്ടിനി ബാക്കി യാത്ര എൻജോയ് ചെയ്യാമല്ലോ.
പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റീസ്ലിംഗ് വൈൻ. ബിക്കോസ് ദിസ് പ്ലേസ് ഇസ് ഫേമസ് ഫോർ റീസ്ലിംഗ് വൈൻ. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളിനി ഒരു 1 hour നമ്മളിവിടെ ബോട്ട് റൈഡാണ് നമ്മളെടുത്തേക്കണേ. അപ്പോൾ നമുക്കിതിൽ പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാൻസ് ഉണ്ട് കേട്ടോ. ലൈക്ക് 1 hour 2 hour അങ്ങനെ പല കമ്പനികളുടെ ബോട്ട് നമുക്ക് മുൻകൂട്ടി ചൂസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ 1 hour എടുത്തു. ആൻഡ് ഈ സ്ഥലത്തിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഈ വീഡിയോയിലും ഇതിൻ്റെ ഫുൾ ഭംഗിയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം അതൊരു നേരിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അമ്മീൻ്റെ അവിടെ എന്തായാലും ശരിക്കും റൈഡ് എൻജോയ് ചെയ്തു. അവരുടെ മുഖത്തുള്ള സന്തോഷം നോക്കൂ. പിന്നെ നമുക്ക് ഈ ബോട്ടിൻ്റെ ഇൻഡോറിലും ഇങ്ങനെ നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അവിടെ പോയാലും ഇരിക്കാം, എവിടെ വേണമെങ്കിൽ ചൂസ് ചെയ്തിരിക്കാം. അങ്ങനെ നിങ്ങൾ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അതിൻ്റെ കൂടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. 1 മണിക്കൂറൊക്കെ എങ്ങനെയാണ് പോകണമെന്ന് നമ്മൾ അറിയ പോലുമില്ല, കാരണം അത്ര എന്താ പറയുക, പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ എയർബിഎൻബിക്ക് പോവാണ്. അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഉള്ള ജാപ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ സൂഷിയും ഇതൊക്കെ കൂടി ഒരു മിക്സഡ് ഡിന്നറായിരുന്നു ഇന്ന്. അതൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു. ആൻഡ് ഇത് നമ്മുടെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ എയർബിഎൻബിയൊക്കെ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ കോബ്ലൻസ് കറങ്ങാൻ പോവാണ്. ലാസ്റ്റ് ടൈം എൻ്റെ ഇൻലോസ് വന്ന സമയത്ത് നമ്മൾ കോബ്ലൻസ് ആണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ബോട്ട് റൈഡൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോയ ഈ 3 സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് കോബ്ലൻസ് ഈസ് മച്ച് ബിഗർ ദാൻ കോഹെം ആൻഡ് ട്രിയർ ഐ എം നോട്ട് ഷുവർ. പക്ഷേ കോബ്ലൻസ് ആണ് കുറച്ചും കൂടി ഒരു സിറ്റി വൈബ് കൂടുതലുള്ള ഒരു സ്ഥലം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ വെദർ വാസ് വെരി ബാഡ്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഫ്രം മോർണിംഗ്. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വേറൊരു കാഴ്ച കണ്ടത്. അവിടെ ഫുൾ ഫോഗി ആയിരുന്നു. നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മൾ ഇന്നൊരു സൈൽ ബാൻ എടുത്തിട്ട് നമ്മളിതിൻ്റെ ഒരു മുകളിലത്തെ ഭാഗമുണ്ട്, അവിടേക്ക് നമുക്ക് പോകണമെന്നായിരുന്നു. പക്ഷേ ഈ സൈൽ ബാൻ എടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണാനാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഫുൾ ഫോഗി ആയിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പ്ലാൻ ഫുൾ കൊള്ളാവുന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ബിയിലേക്ക് സ്വിച്ച് ചെയ്തു. നമ്മൾ വിചാരിച്ചു നമ്മൾ ആദ്യം ഡോയ്ച്ചസ് എക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് പോയി നടന്ന് ഫുള്ള് കാണാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, ഈ ഫോഗ് മാറുമായിരിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ജർമ്മൻ എംപറർ വില്യം ഫസ്റ്റിൻ്റെ സ്റ്റാച്യു. അത് നമ്മുടെ ഡോയ്ച്ചസ് എക്കിൻ്റെ ജസ്റ്റ് ബാക്കിലാണ് വരുന്നത്. William I became the Germans' first emperor after the country's unification in 1871, and this monument stands as a reminder of that important chapter in German history. And ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഈ ഡോയ്ച്ചസ് എക്ക് എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ദ ജർമ്മൻ കോർണർ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റൈൻ റിവറും മൊസേൽ റിവറും കൂടിയിട്ട് ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിത് ഈ സ്റ്റെപ്സ് കയറി പോണത് ആ നേരത്തെ കാണിച്ച മോണുമെൻ്റ് അല്ലേ, അതിന് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ജർമ്മനിയുടെ ഫസ്റ്റ് എംപറായിരുന്ന വില്യം ഫസ്റ്റിനെ ആദരിക്കാനാണ് അവർ ഈ മോണുമെൻ്റ് ഉണ്ടാക്കിയത്. ആളുടെ നേതൃത്വത്തിലാണ് 1871 നമ്മുടെ കുറേ ജർമ്മൻ സ്റ്റേറ്റ്സിനൊക്കെ ഒന്നിപ്പിച്ചിട്ട് മോഡേൺ ജർമ്മനി രൂപം കൊണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒറിജിനൽ സ്റ്റാച്യു എന്ന് പറയുന്നത് World War II ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വർഷങ്ങളോളം ഈ സ്ഥലം ഒരു യൂണിറ്റി മെമ്മോറിയൽ ആയിട്ടാണ് പിന്നെ നിലനിന്നത്. പിന്നീട് ജർമ്മൻ റീയൂണിഫിക്കേഷന് ശേഷം 1993 ഈ സ്റ്റാച്യു വീണ്ടും സ്ഥാപിച്ചു. അപ്പോൾ കുറച്ച് ഹിസ്റ്ററി ഒക്കെ മനസ്സിലായില്ലേ. ഇനി നമുക്ക് നമ്മുടെ സൈൽ ബാൻ കയറിയിട്ട് നേരെ അതിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ പോകാൻ. ഈ സൈൽ ബാൻ യാത്ര ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു യാത്രയാണ് കേട്ടോ. ഭാഗ്യത്തിന് നമ്മുടെ നേരത്തെ ഫോഗൊക്കെ മാറി സ്കൈയൊക്കെ ക്ലിയറായി, മഴയൊന്നുമില്ല. പക്ഷേ ആ ഗ്ലാസ് വിൻഡോ കൂടെ ഇടയ്ക്ക് നമുക്ക് ഫുൾ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ഇതേ കണ്ടോ, നമുക്കിങ്ങനെ ഇവിടെ എത്തി കഴിയുമ്പോൾ ഫുൾ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂസ് ഹിയർ അപ്പാർട്ട് ഫ്രം ദ ബോട്ട് റൈഡ്. പിന്നെ ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫുൾ ഏരിയ, ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സിറ്റി വ്യൂ ഫുള്ള് കാണാൻ പറ്റും. പിന്നെ ഓൾസോ ദർ ഇസ് വൺ ഫോർട്രസ് ദർ. അപ്പോൾ ഫോർട്രസിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ടിക്കറ്റ് കൊണ്ട് എടുത്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മളൊരു ജർമ്മൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനാണ് ചെയ്തത്. ആൻഡ് ടുഡേ വി ഓർഡേർഡ് ഓൾ സോർട്സ് ഓഫ് ഷ്നിറ്റ്സൽ. ആൻഡ് ഷ്നിറ്റ്സൽ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണല്ലോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡായി. അപ്പോൾ ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഹമിലത്തെ നമ്മുടെ ബോട്ട് റൈഡും അതുപോലെ നമ്മുടെ കോബിളത്തിലത്തെ ഈ സൈൽബാനുമാണ്. ഈ സൈൽബാനിൽ കണ്ടോ നമുക്കിങ്ങനെ ജസ്റ്റ് ഇരുന്നിട്ട് ആ ടോപ്പിൽ കാണാൻ മാത്രമല്ല നമുക്കിങ്ങനെ എനിക്കൊക്കെ നടക്കാം. അപ്പോൾ അത്രയും സ്പേസാണ്, ഫുൾ ക്യാബിൻ നമുക്കാണല്ലോ. അപ്പോൾ ഇവിടെ വന്നാൽ അത് മിസ് ചെയ്യരുത്. ഇത്രയും വലിയൊരു യാത്രയും അതുപോലെ അത്രയും പ്രകൃതി ഭംഗിയും കാലാവസ്ഥയും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എന്താ പറയുക, അതൊരു സ്വപ്നം മാത്രമാണ്. അത് യാഥാർത്ഥ്യമാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ അതിപ്പോൾ നമ്മളെ കൊണ്ട് അപ്രാപ്യമായ ഒരു കാര്യമാണ്. അപ്പം അത് നമ്മൾ മക്കളിലൂടെ നമുക്കത് അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത, അതുപോലെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന, അതുപോലെ ഏറ്റവും ഓർമ്മിക്കത്തക്ക, ജീവിതത്തിൽ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള സംഭവമാണ്. ഇത്രയും നല്ലൊരു അനുഭവമാണ് ഒരു ജർമ്മനിയിൽ വന്നിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. And just like that, our Musain Valley adventure came to an end. This trip wasn't just about visiting beautiful places. It was like slowing down, spending time with family, and creating memories that will stay with us forever. I hope you guys like this video. Please do like, share, and subscribe. Thank you.